നമ്മൾ പടിഞ്ഞാറക്കര ബീച്ചിൽ ഇറങ്ങിയിരിക്കുക കേട്ടോ. നല്ല തണുത്ത വെള്ളമാണ്. കാലുമിക്ക് അവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. ഇത് പുലിമുട്ടാണ്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബീച്ചു. നല്ല അടിപൊളി വ്യൂ കേട്ടോ ഇവിടുന്ന്. നല്ല കിട്ടില്ല തണുപ്പുണ്ട് വെള്ളത്തിന്. വെള്ളത്തേക്ക് ഇറങ്ങിക്കോ, കാല് നനച്ചോ. അതാ അടിപൊളി തെര, അടുത്ത തെര അതാ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ വലിയ തെരകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അതാ അടുത്ത തെര. കടലേ പൂങ്കോഴിയിൽ നല്ലതാ ഇടിവെട്ട് തെര വരുന്നു. ഇടിവെട്ട് തെര, അതാ ഇടിവെട്ട് തെര. അതാ ഞണ്ട് കടിച്ച് കാലുമ്മ, ഞണ്ട് കടിച്ച് കാലുമ്മ, ഞണ്ട് കടിച്ച്. സ്രാവൊക്കെ വരുന്നേ, സ്രാവ്. എവിടെ കയറാ? ആ, സ്രാവ് പൊട്ടിച്ച പോയ കയറാണത്. വലിയ തെര. നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. ഇവിടെ കടലമ്മ എഴുതി വെക്ക്, മായ്ക്കും. ഇതാ കക്ക, കക്ക. ചെന്തങ്ങൻ ചാരം. ഇതൊക്കെ കടലിൽ നിന്ന് കയറി വന്ന വേസ്റ്റ് ആട്ടോ അല്ലേ? ചെരുപ്പൊക്കെ ഉണ്ടല്ലോ ഇവിടെ, നല്ല ചെരുപ്പോള്. ബീച്ച് പടിഞ്ഞാറക്കര ബീച്ചാണ്. അപ്പോൾ നമ്മൾ ബോട്ടില് 20 രൂപ, ബോട്ടിൽ 20 രൂപയാണ് ഇങ്ങോട്ട് വരാൻ അല്ലേ? ബോട്ടിൽ 20 രൂപയായിട്ട് ഇങ്ങോട്ട് വരാൻ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ 20 രൂപ ടിക്കറ്റ്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് 200 രൂപ ഒരാൾക്ക്. ഹോട്ടലാണ്, കുടുംബശ്രീയുടെ ഹോട്ടലായിരുന്നു. ഫുള്ള് പൈൻ മരങ്ങളാണ്, ഫുള്ള് പൈൻ മരങ്ങൾ അവിടെ. ഇയാൾ പറഞ്ഞ പൊന്നാനി ബീച്ചില്ല. ഈ ടൈമായ കാരണം അങ്ങോട്ട് പോവാം. എടാ ഈ ബീച്ചിക്ക് അപ്പം നമ്മള് കുഴമ്പറം ബീച്ചിലാണ്. പൊന്നാനി കുഴമ്പറല്ല, പൊന്നാനി പടിഞ്ഞാറേക്കര ബീച്ചിലായിട്ടുള്ളത്. നല്ല കിടിലൻ വ്യൂ ആണ് ഇവിടെ. ഫുള്ള് കാറ്റാടി മരങ്ങള്. നല്ല ചാവക്കാട് ബീച്ച് പോലെ ഇന്നലെ, പക്ഷെ നടക്കാൻ കുറച്ച് സ്പേസ് ഉണ്ട് ഇവിടെ. എന്തായാലും നമുക്ക് അറ്റം വരെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. വേറെ എന്തെങ്കിലും കാഴ്ചകളുണ്ടോ നോക്കി നോക്കാം. നിസാമുണ്ട് നമ്മളിപ്പോൾ. ഒരു ബോട്ട് യാത്ര കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. തിരിച്ച് ബോട്ട് 1:10 ഇപ്പോൾ 12 ആയിട്ടുള്ളൂ. എല്ലാ സമയമുണ്ട്. ഞാൻ അങ്ങോട്ട് പോകണോ? നിങ്ങൾ അങ്ങോട്ട് പോകാം. ഇവിടെ ചെറിയൊരു കൂടാരം വിശ്രമിക്കാനൊക്കെ. സൺസാൻഡ് ടൂറിസം ബീച്ച് പടിഞ്ഞാറേക്കര, കേരള ഗവൺമെൻറ്.
അടിപൊളി കിട്ടില്ല വ്യൂ ആട്ടോ. ഇവിടെ ഫുള്ള് ഇങ്ങനെ പോളയുണ്ട് ഇവിടുത്തെ പൂഴിയിൽ. പൂഴി വെച്ചാൽ പോളെന്ന് പറഞ്ഞാൽ ഈ ചെടികൾ കണ്ട. ഇവിടെ പൂഴി നല്ല ചൂടും കിട്ടും. പോവാ അതാ പുല്ലിമുട്ടുണ്ട് കേട്ടോ അവിടെ. നല്ല തിരണ്ട്. ഇത് പടിഞ്ഞാറേക്കര ബീച്ചാണ്. പന്ത്രണ്ടര കുഴപ്പമില്ലാത്ത ബീച്ചാണല്ലോ അല്ലേ. ഒരു കുണ്ട് പോലെ അങ്ങോട്ട് അല്ലേ. ഇവിടുന്ന് അങ്ങടെ കുണ്ട് നല്ല രസമുണ്ട് എന്തായാലും. ഇവിടെ കിടിലൻ ഏരിയ തന്നെ. പടിഞ്ഞാറേക്കര കടൽ. നിങ്ങൾ അങ്ങോട്ട് പോയേക്കാം. ഈ ഏരിയയിൽ ഫുള്ള് കാറ്റാടി മരങ്ങളാണ്. നല്ല കിടിലൻ വ്യൂ അവിടെ. വൈകിട്ടൊക്കെ ഒന്ന് പൊളിക്കും ഇവിടെ. ഇവിടെ പടിഞ്ഞാറേക്കര പുലിമുട്ടുണ്ട്. കടലിലേക്ക് കടലിലേക്ക് പോണത് ബോട്ടുകൾ പോണ 2 പുലിമുട്ടിൻ്റെ ഇടയിൽ കൂടിയാണ് ബോട്ടുകൾ കടന്നത്. ആ പുലിമുട്ടിൻ്റെ മേലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ബോട്ടുകൾ കടലിലേക്ക് ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുക. അപ്പോൾ ഈ 2 സൈഡിൽ കൂടി അത് കല്ലുകൊണ്ട് കെട്ടിയിട്ടുണ്ട്, അവിടെയും കല്ലുകൊണ്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ തിരയുടെ ശക്തി കുറയും ഇതിനുള്ളിലാണ് നമ്മൾ നേരത്തെ പോയ ഹാർബറൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നല്ല തിര ഉണ്ട് കേട്ടോ. സൈഡിൽ നല്ല തിര അടിക്കുന്നുണ്ട്. ഒരു നായ അവിടെ വെള്ളത്തിലേക്ക് കിടന്ന് കളിക്കുന്നുണ്ട്. തിരയിൽ കിടന്ന് കളിക്കണ നായ കുറേ നേരമായി ചൂടെടുത്തിട്ടേ വെള്ളത്തിൽ കിടക്കണം അല്ലേ. തിര ആസ്വദിക്കുന്ന നായ. അവിടെ ആൾക്കാരെ നിയമിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പടിഞ്ഞാറേക്കര ബീച്ച്, പുല്ലിമുട്ട്. നമ്മൾ പുല്ലിമുട്ടുമ്മലാണ് നിൽക്കുന്നത്. കുറച്ച് ദൂരം കൂടി ഉണ്ട് കേട്ടോ അങ്ങോട്ട് പുല്ലിമുട്ടുമ്മയ്ക്ക്. എന്തായാലും അങ്ങോട്ട് പോകണില്ല, നമ്മൾ നേരെ തിരിച്ച് ബീച്ചിലേക്ക്. അതുപോലെ പാർക്ക് കാര്യങ്ങളുണ്ട് അവിടെ, അങ്ങോട്ട് പോവാണ്. നല്ല അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ ഇവിടുന്ന്. കാറ്റാടി മരങ്ങളും അതുപോലെ ഇവിടെ ബീച്ചിൻ്റേതായിട്ടുള്ള അടിപൊളി സെറ്റപ്പാണ് ഇവിടെ. നല്ല വൈബുള്ള ഏരിയ. ഇവിടെ തന്നെയാണ് ബോട്ട് സർവീസ്. ഇവിടെയാണ് ബോട്ട് വരിക. അവിടെ ഒരു ബോട്ട് വന്ന് നിൽക്കുന്നത് 2:10 പോകേണ്ട ബോട്ടാണ്. നമ്മളിവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ കൂടെ വെച്ചിരിക്കട്ടെ. ഹെൽമെറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ബൈക്കൊക്കെ അപ്പുറത്താണ്. 20 രൂപയാണ് ചാർജ് ബോട്ടിന്. അപ്പുറത്തേക്ക് പോകാൻ